ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. 8 മണിക്കാണ് എഴുന്നേറ്റ് വരുന്നത്. 8 മണിയായി. ഞാനിപ്പോൾ എണീച്ചതേ ഉള്ളൂ. ഇന്ന് ഞങ്ങളെല്ലാവരും ഇപ്പോൾ താമസിച്ച് എണീക്കുന്നു. ഉമ്മക്കിപ്പോൾ വയ്യാത്ത ആറിലേക്ക് വെച്ചു. മറ്റേത് ഞാൻ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ചായ ഇട്ടിട്ട് വരുമ്പോളെ ചായ റെഡി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇത് കൊള്ളല്ലേ, ചായ വന്ന് കുടിക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ ചായ ഇട്ടുന്നു. ഇപ്പം ഞങ്ങൾ ഒരു 8 മണിയൊക്കെ അതിന് ശേഷം എണീക്കുന്നത്. അതിന് ശേഷം പിന്നെ എല്ലാം പെട്ടെന്ന് പിന്നെ എല്ലാം ആക്കും. ഉച്ചയ്ക്കത്തതും എല്ലാം ആ സമയം കൊണ്ട് തന്നെ തീർത്തിട്ട് പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുക്കും. പിന്നെ ചായക്ക് അടുപ്പത്ത് വെച്ച് അതിൻ്റെ കൂടെ തന്നെ മുട്ടയും പുഴുങ്ങാനങ്ങ് വെച്ച് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ എല്ലാം തിളച്ചത് കുടിക്കാനായിട്ട് അങ്ങിരുന്നേ. മോന് 2 പീസ് കേക്ക് കൊടുത്തപ്പോൾ അത് എനിക്ക് ഉമ്മാക്കും വെച്ച് നീട്ടുക കഴിക്കാനായിട്ട്. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് കേക്കൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ അങ്ങിരിക്കും കേട്ടോ. പിന്നെ ഞാനങ്ങ് പതുക്കെ എഴുന്നേറ്റ് കേട്ടോ ഓരോ ജോലികളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട്. പാവയ്ക്കത്തോരനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പാവയ്ക്കത്തോരൻ ഉമ്മാക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. ഇക്ക കഴിക്കത്തില്ല കേട്ടോ, ഞാനും ഉമ്മാനും കഴിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം പാവയ്ക്കത്തോരനും ഉച്ചയ്ക്ക് നെത്തോലി മാങ്ങ മുരിങ്ങയ്ക്ക് ഇട്ടിട്ട് പീര പറ്റിക്കും. പിന്നെ രസം, ചീനി, ചമ്മന്തി, ചീനി. ഇന്നത്തെ ഉച്ചക്കത്തതാണ്. ഉമ്മ പാവയ്ക്ക് അറിയാനങ്ങിരുന്നു കേട്ടോ. മോനും കൂടെ ചെന്ന് നിൽക്കുവാണേ ഉമ്മയുടെ കൂടെ. അപ്പോഴേക്കും മോൾ എഴുന്നേറ്റ് വന്നേ. അംഗൻവാടി പോകണോ ഇന്ന്, അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് പാവയ്ക്കൊക്കെ അരിഞ്ഞ് പിന്നെ ഉമ്മ അത് കഴിഞ്ഞ് പിന്നെ മീൻകറി വെക്കാനും കയറി കേട്ടോ. അതെ, നെത്തോലി നല്ല പച്ച നെത്തോലി കിട്ടി. ഇപ്പൊ മീനില്ല. ഒരു 100 രൂപയ്ക്ക് ഒരു 10 നെത്തോലി ഉണ്ട്. അത് ഞാൻ ഇച്ചിരി പച്ച തേങ്ങ അരച്ചിട്ട് മാങ്ങി ഊരിയിട്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നല്ല കാശ്മീരി മുളക് പൊടി അത് വെച്ചിട്ട് മല്ലിപ്പൊടി അതും ഇട്ട് ഇച്ചിരി ഉലുവാപ്പൊടി ലേശം പിന്നെ മസാല അരക്കാൻ മിച്ചു എന്നിട്ട് പിന്നെ കുറച്ച് നേരം അടങ്ങിയിരുത്ത ഇതേ ഉള്ളൂ കേട്ടോ പരിപാടി. കുറച്ച് ടി വിയിൽ പാട്ടൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ അങ്ങ് ഇരുത്തും. അവൾ ഡാൻസൊക്കെ കളിച്ച് പിന്നെ കുറച്ച് നേരത്തേക്ക് അവളേതായ ലോകത്താട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറിയൊക്കെ അങ്ങ് അടുപ്പത്താക്കി മുരിങ്ങയൊക്കെ ഇട്ട് പിന്നെ മോൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അവൾ കഴിപ്പിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുത്താണ് കഴിപ്പിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് ചീനി ഉണ്ടായിരുന്നു, അതും അങ്ങ് വെച്ചിക്കാന്ന് വിചാരിച്ചു കേട്ടോ. പാവയ്ക്കയും എല്ലാം വേവിച്ച് കഴിഞ്ഞേ. പിന്നെ അത് കഴിഞ്ഞ് മോളെ ഒന്ന് ഒരുക്കുവാണേ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പൊ മോന്റെ കരച്ചിലാണേ മിച്ചു പോയതിന്. കേൾക്കാം നമുക്കിപ്പോ. ഇത്ത അംഗൻവാടി പോയതിന് ആദുവിന്റെ കരച്ചില. ആദ്യമേ അതിനെ കൊണ്ടുപോയില്ലേ, ആദുവിനെ കൊണ്ടുപോയില്ലേ. ചീനിയൊക്കെ വേവിച്ചതിനകത്തിന് കുറച്ച് കടുവറുത്ത് ഒഴിക്കാനുണ്ട് കേട്ടോ. മീൻകറിയിലും ചീനിയിലും പാവയ്ക്കയിലും എല്ലാം കുറേശ്ശെ അങ്ങ് ഒഴിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ഉമ്മായും ബാക്കിയുള്ള ജോലികളൊക്കെ അങ്ങ് ഒതുക്കുവാണേ. ഇതെല്ലാം വെച്ചത് ഉമ്മ ഒന്ന് കാണിക്കുവാണേ. ചീനിയും കറിയും എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ച് ഇനി ചൂടുവെള്ളം കൂടി തിളപ്പിക്കാനുണ്ടായിരുന്നു. പിന്നെ അതും അങ്ങ് അടുപ്പത്തോട്ട് വെച്ച് തിളപ്പിച്ചങ്ങ് വെച്ച് പിന്നെ കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. തൂക്കാനും പൊടിയടിക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനങ്ങ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനും ഉമ്മയും കൂടി ചോറ് കഴിക്കാനിരുന്നേ. ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കിടന്നുറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ട് നേരത്തെ ചായയുടെ സമയമാണേ. ചായ നല്ല സൂപ്പർ ഇഞ്ചി ചായയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനൊന്ന് ന്യൂഡിൽസ് ആട്ടോ ഉണ്ടാക്കിയത്. ന്യൂഡിൽസും ഉണ്ടാക്കി പിന്നെ ഞങ്ങളതും കഴിച്ച് TV ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ സത്യം പറഞ്ഞാൽ 2 പേരും കഴിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഒരാൾ വരുമ്പോൾ പിന്നെ അടുത്ത ആളും വരും. 2 പേരെ ഒന്ന് മാറ്റി പിന്നെ ഒരു വിധമാണേ അതൊന്ന് കഴിച്ചത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.